ആ സമയത്ത് വേണമെങ്കിൽ ഒരു ഇതെടുത്തിട്ട് കുത്തി പൊട്ടിച്ചേക്കാം. അത്ര വലിയ തെറ്റാണ് ഈ കർമ്മം എന്നാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഒരു മനുഷ്യന്റെ എല്ലാ വിശ്വാസ്യതയും അതോടുകൂടെ ചോർന്നു പോകുകയാണ്. ഒളിച്ചു നോട്ടക്കാരൻ എന്ന പേര് ഒരു മനുഷ്യന് വന്നുപോയാൽ അവന്റെ വില ഒരു പൂഴി തരിക്ക് പോലും വിലയില്ലാത്തവനാകും. അതുകൊണ്ട് നീചമായൊരു പ്രവർത്തനമാണ് മറ്റൊരാളെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കൽ. ഒരിക്കലൊരു സഹോദരൻ, ഗൾഫില് ജോലിയുള്ള, ദുബായില് ജോലിയുള്ള ഒരാള് എന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇനി ഗൾഫിലേക്ക് പോകുന്നില്ല. അതിനു മുമ്പ് എല്ലാ ആഴ്ചയും പള്ളിയിൽ ജുമാക്ക് വരുന്നവനാ. ഞാൻ അടുത്ത ആഴ്ച പോവാന്നൊക്കെ പറഞ്ഞു വന്നവനാണ്. പോകേണ്ട തീയതിന്റെ തലേന്ന് വന്നിട്ട് പറയുന്നു കരഞ്ഞുകൊണ്ട്, ഞാൻ പോകുന്നില്ല. പിന്നെ ഇവന്റെ സംസാരം ആകെ റോങ്ങാണ്, ഒക്കെ ലെവല് വെച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നീ പോകാത്തത്? ആ പോകാൻ പറഞ്ഞു, ഞാൻ 2 ദിവസം മുമ്പ് ഒരിക്കലും എന്റെ മനസ്സിൽ അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിക്കാത്തൊരു കാഴ്ച കണ്ടു. അവനോട് ആവർത്തിച്ചു ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, എന്താ? അവന്റെ ഉറ്റ കൂട്ടുകാരൻ, അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ ഇവന്റെ റൂമിലേക്കതാ പാതിര നേരത്ത് ഇങ്ങനെ എത്തി നോക്കുകയാണ്. അങ്ങനെ ഒരു നിഴല് കണ്ടപ്പം ഇവൻ മെല്ലെ എഴുന്നേറ്റ് പോയി നോക്കിയപ്പോ ആളെ ശരിക്ക് കണ്ടു. കണ്ടതാരെയാണ്? തന്റെ ഉറ്റ സുഹൃത്തും അയൽവാസിയും കൂടിയായ ഒരു ചെറുപ്പക്കാരനെയാണ്. ഇത് ഇവന്റെ മനസ്സിനെ വല്ലാതെ ഫീൽ ചെയ്തു. ഇവൻ ആലോചിച്ചതെന്താ? ഞാൻ നാളെ ഇവിടെ നിന്നങ്ങോട്ട് പോയാൽ ഞാൻ ഉള്ള സമയത്ത് പോലും ഇങ്ങനെ എത്തി നോക്കുകയും വീട്ടിലേക്ക് കയറി വന്ന് നോക്കുകയും ചെയ്യുന്ന ഒരു അയൽവാസിയെ ഇവിടെ നിർത്തിയിട്ട്, അതും എന്റെ കൂട്ടുകാരനാണെന്ന് എന്റെ ഭാര്യക്കറിയാവുന്ന ഒരുത്തനെ നിർത്തിയിട്ട് ഞാൻ നാട് വിട്ടു പോയാൽ എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താവും? അവനെ ഒരു ഭാഗത്ത് അങ്ങനെ ചിന്തിക്കുന്നു. ഇനി ഞാനെങ്ങാനും പോകാതെ നിന്നാൽ എത്ര കടമെനിക്കുണ്ട്, എത്ര ഭാരമുണ്ട്, ആ ജോലി ഉപേക്ഷിച്ചാൽ എന്റെ ജീവിതം എന്താകും? ഇത് രണ്ടിനും ഇടക്ക് ചിന്തിച്ച് മാനസികമായി സമനില തെറ്റിക്കൊണ്ട് അയാൾ നിലവിളിച്ചു കരയുകയാണ്. ഇത് ചെറിയ വിഷയമാണ് നമുക്ക് തോന്നും ചെറുപ്പക്കാരെ. ഇത് ഒരിക്കലും മാന്യന് യോജിച്ചതല്ല. മറ്റൊരാളെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും വേറെ ഒരാളെ രഹസ്യ ജീവിതത്തിലേക്ക് കണ്ണുവായിക്കുന്നതും മാരകമായ കുറ്റമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, പടച്ച തമ്പുരാൻ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. നിങ്ങളെ കണ്ണുകൾ കൊണ്ട് നോക്കുന്ന കട്ടുനോട്ടങ്ങളും മനസ്സകത്ത് ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളുമെല്ലാം സവിസ്തരം അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഈ ഓർമ്മയോടുകൂടെ നമ്മൾ ഒരാളെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കരുത്. സമ്മതം ചോദിച്ചിട്ടേ കടക്കാവൂ. അങ്ങനെ സമ്മതം ചോദിച്ച് കടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ സമ്മതം ചോദിക്കുന്നത്? അതിന് പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇന്നമാ ജുഇലൽ ഇസ്തിഅദാനു ലിഅജലിൽ ബസർ. നമ്മളെ കണ്ണിന്റെ കാര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ഒരു നിയമം വെച്ചത്. പെട്ടെന്ന് അങ്ങോട്ട് കയറിയാൽ കാണാൻ പറ്റാത്ത രംഗം കണ്ടേക്കാം. ആ രീതിയിൽ അയാളെ നാം കാണൽ അയാൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. അത് അയാളെ മനസ്സിനെ മുറിവേൽപ്പിക്കും. അത് അയാൾക്ക് പൊരുത്തപ്പെടാൻ പ്രയാസമുണ്ടാക്കും. അത് നമുക്കിടയിൽ ഭിന്നതക്ക് കാരണമാകും. ഇതുകൊണ്ട് തന്നെ കണ്ണിനെ സൂക്ഷിക്കാനാണ് സമ്മതം ചോദിക്കുക എന്ന നിയമം വെച്ചിട്ടുള്ളത്. ആ സമ്മതം ചോദിക്കുക എന്ന ആശയം പ്രതിഫലിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം വളരെ ചിന്തനീയമാണ്. ഹത്താ തസ്തഅ്നിസൂ. അതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് തസ്തഅ്ദിനു, നിങ്ങൾ സമ്മതം ചോദിക്കുക. അതോടൊപ്പം ഇസ്തീനാസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സാവകാശം കൊടുക്കുക, അയാൾക്ക് നേരം പോക്ക് കൊടുക്കുക. എന്തിനാ നേരം പോക്ക്? നമ്മൾ വിളിച്ചു, നമ്മൾ ശബ്ദമുണ്ടാക്കി, ഇനി അയാൾ ഇപ്പൊ ഉള്ളത് കുപ്പായിടാതെ ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാവാം. അയാൾക്ക് ഡ്രസ്സ് ധരിച്ച് നമ്മെ സ്വീകരിക്കാനും പറ്റിയ രീതിയിൽ ഒരുങ്ങാനുള്ള സാവകാശം കൊടുക്കുക. അതാണ് ആ സമ്മതം ചോദിക്കുന്നതിന്റെ ലക്ഷ്യം. അത് പല രീതിയിലാവാം. ഒന്ന്, ഇപ്പം ബെല്ലുണ്ടാവും, ബെല്ലടിച്ചുകൊണ്ട് സമ്മതം ചോദിക്കാം. അതോടൊപ്പം തന്നെ ബെല്ലടിച്ചാൽ നമ്മളൊന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് ആരാണ് എന്നൊന്ന് പറയണം. അതേ രീതിയിൽ വാതിലിന് മുട്ടാം. വാതിലിനൊക്കെ മുട്ടുമ്പോൾ അതിന് നിബന്ധന ഉണ്ട്. ഒരിക്കലും ശക്തമായി ഒരാൾ വാതിലിന് പോയിട്ട് അടിക്കാൻ പാടില്ല. നമ്മളൊരാളെ വിളിക്കുമ്പം വളരെ സൗമ്യതയോടുകൂടെ ആവണം.
മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കാനത്ത് അബ്വാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുഖറഉ ബിൽ അൽഫാർ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളുടെ വാതിൽ അതിന് മുട്ടപ്പെടാറുള്ളത് നഖങ്ങൾ കൊണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ കൊട്ടും. ചിലരാട് ചെന്ന് മുട്ടിയിട്ടാല് അവിടെ ഉറങ്ങുന്ന കുട്ടികൾ ഉണ്ടാവും, അവര് തൊട്ടിലെ നിന്നിച്ച് ചാടും, മറ്റോടത്തൊന്നും ബഹളം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. രാത്രി കാലത്തും അസമയത്തും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ബെല്ലടിക്കാനും പാടില്ല. ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഉറക്കി കൊണ്ടുവരേക്ക് കഷ്ടപ്പെട്ട ഒരു ഉമ്മാക്കൊന്ന് ഉറങ്ങണമെങ്കിൽ ഈ കുട്ടി ഉറങ്ങണം. അതിന് ഇവനെങ്ങനെ ആട്ടി 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 റെഡിയായി വരുമ്പോഴാണ് നമ്മൾ വീട്ടിൽ ട്രെയിൻ 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 എന്ന് പറഞ്ഞാല് അന്ന് അവരെ ശാപം നമുക്ക് ഉണ്ടാവും. അങ്ങനത്തെ സമയത്തൊന്നും പോയിട്ട് എന്താക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. പതുക്കെ മുട്ടിയിട്ട് സമ്മതം ചോദിക്കണം. അതിന്റെ രീതി പ്രധാനമായും ഒന്ന്, അസ്സലാമു അലൈക്കും അദ്ഖുലൂ. അറബി ഭാഷയെ പറഞ്ഞാൽ അങ്ങനെയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ആദ്യം അസ്സലാമു അലൈക്കും, ഒന്ന് കണ്ടോട്ടെ അല്ലെങ്കിൽ ഒന്ന് കടന്നോട്ടെ, അങ്ങനെ ചോദിക്കും. സമ്മതം സലാം പറഞ്ഞ് സമ്മതം ചോദിക്കും. അങ്ങനെ അവർ നമുക്ക് സമ്മതം തരികയാണ്. അയാൾ ചിലപ്പം ഡ്രസ്സൊക്കെ ഒന്ന് മാറി സമ്മതം തരുന്നു കണ്ടാൽ അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ ആ സമ്മതം ചോദിക്കാൻ നിൽക്കുമ്പോൾ വീട്ടുകാർ തുറക്കാൻ പോകുന്ന വാതിലിന്റെ നേരെ നിൽക്കരുത്, ഒന്നിങ്ങോട്ട് മാറി നിൽക്കണം. നമ്മൾ സമ്മതം ചോദിക്കുമ്പോൾ അവിടെ നിൽക്കണം, ആ വാതിൽ തൊന്നോട് മാറിക്കണം. ചിലപ്പം ഈ തുറക്കാൻ വരുന്ന ആളാരാ, ഭാര്യ ആയിരിക്കാം, വീട്ടിലൊരു പെണ്ണായിരിക്കാം. അവള് വാതിൽ തുറക്കാൻ വന്നത് ആരാന്ന് കരുതിയിട്ടാവാം, ഭർത്താവ് വരുന്ന സമയമാണിത്. അപ്പൊ മൂപ്പര് വന്നതാന്ന് കരുതിയിട്ട് അവള് സാധാരണ രീതിയിൽ തലയിലിട്ടിട്ടില്ല, ശരീരം മുഴുവൻ മറച്ചിട്ടില്ല, ആ രീതിയിൽ ഭർത്താവ് വരുന്ന സമയല്ലേ മൂപ്പരാണെന്ന് കരുതിയിട്ട് പെട്ടെന്നിട്ട് ഇറങ്ങി വന്ന, അപ്പൊ അത് അബദ്ധം ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാതിലിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണം. ഇതിന്റെ പുറമെ അങ്ങനെ നമ്മളെ അകത്തേക്ക് കയറാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് കയറാം. ഇനി നമ്മളോട് പറയുകയാണ്, നിങ്ങളിപ്പം തിരിച്ചു പോകണം. തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോരണം. അവിടെ ഒരിക്കലും നമ്മൾ മടി കാണിക്കരുത്. അല്ലാഹു പറയുന്നു, ഫഇല്ലം തജിദു ഫിഹാ അഹദൻ, അവിടെ നിങ്ങൾ ആരെയും കണ്ടില്ല എങ്കിൽ, അതിനു മുമ്പ് അല്ലാഹു തആല പറയുന്നു, ഫഇൻ ഖീല ലക്കും ഇർജിഉ ഫർജിഉ, നിങ്ങളോട് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ തിരിച്ചു പോകുക. പൊരക്കാരൻ ഇങ്ങനെ വാതിലോ വാന്നണിക്ക് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കാണ്. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയിക്കോളി, ഇപ്പൊ നിങ്ങളെ കാണാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഞങ്ങൾ മഹലിന്റെ ആളുകൾ വന്നിട്ടേ ഓലെ കാണാൻ സൗകര്യം ആരാണോ എന്നൊന്നും പറഞ്ഞിട്ട് മേപ്പെട്ടെടുക്കാൻ പറ്റൂല. കാരണം നമ്മൾ നേരത്തെ സമ്മതം വാങ്ങിയിട്ട് പോയതൊന്നും അല്ലല്ലോ, നമ്മളെ സൗകര്യത്തിന് പോയതാണ്. ആ വീട്ടുകാരൻ ഇപ്പൊ നിങ്ങളെ കാണാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ സൗമ്യമായി നമ്മൾ അവിടുന്ന് തിരിച്ചു പോരണം. അതാണ് അള്ളാഹുവിന്റെ നിയമം. ഇനിയോ അവിടെ നമ്മൾക്ക് അന്വേഷിച്ചു, ഞങ്ങൾ കടന്നോട്ടെ, അല്ലെങ്കിൽ ബെല്ലടിച്ചു, ഒരു പ്രതികരണമില്ല, അങ്ങനത്തെ സ്ഥിതിയാണെങ്കിലോ ഫൈൻ സുഖിത അൻഹു ഇസ്തഅ്ദന സലാസ, 3 പ്രാവശ്യം സമ്മതം ചോദിക്കണം. അസ്സലാമു അലൈക്കും, ഇവിടെ ആളില്ലേ? അസ്സലാമു അലൈക്കും, ഒന്ന് കേറിക്കോട്ടെ. അസ്സലാമു അലൈക്കും, അമ്മദാജിയാടല്ലേ? ഏത് ഭാഷയാവാ? അങ്ങനെ ചോദിച്ചിട്ടും 3 തവണ ചോദിച്ചിട്ടും പ്രതികരണം വരുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ അവിടെ തങ്ങരുത്. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് പോന്നു കൊള്ളണം. അതിന്റെ കാരണം എന്താ, 3 വട്ടം വിളിച്ചാൽ ഏകദേശം കേൾക്കേണ്ട ആളൊക്കെ കേൾക്കും. അപ്പൊ അയാൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ നമ്മളോട് പൊയ്ക്കോന്ന് പരസ്യമായിട്ട് പറയാൻ അയാൾക്ക് മടിയുണ്ട്. അപ്പൊ ഉറങ്ങാണെന്ന് കണക്കൂട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് പ്രതികരിക്കാതെ കിടക്കാണ്. അതുകൊണ്ട് ഇനി നമ്മൾ അയാളെ ശല്യപ്പെടുത്തണ്ട. ഈ സമയത്ത് നമുക്ക് തിരിച്ചു പോകാം. ഇസ്ലാം പഠിപ്പിച്ച പെരുമാറ്റച്ചട്ടങ്ങളാണ്, നല്ല നല്ല ആശയങ്ങൾ അല്ലാഹുവിന്റെ മതം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി നാം ചിന്തിക്കുക, അങ്ങനെ നമുക്ക് സമ്മതം ചോദിക്കുന്ന സമയത്ത് വീട്ടിന്റെ ഉള്ളിലുള്ളവർ ചിലപ്പം നമ്മൾ ആരാണെന്ന് അറിയില്ല. ചിലര് ശബ്ദം കേട്ടാൽ ആളെ തിരിച്ചറിയും, ചിലപ്പം ശബ്ദം കേട്ടാൽ ആളെ തിരിച്ചറിയൂല. തിരിച്ചറിയാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാണ് അയാളോട് ആളെ പരിചയപ്പെടുത്തേണ്ടത്? നമ്മളൊക്കെ പറയും, ആരാണത്? അത് ഞാനാണ് അല്ലേ, അങ്ങനെ പറയും. ഫോണൊക്കെ ചെയ്തിട്ട് ചില ചെങ്ങായിമാര് തിരക്കുള്ള സമയം കിട്ടും, ഇവര് ഫോൺ ചെയ്ത് എന്താ, ഹലോ, മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായില്ല? 10 കൊല്ലം മുമ്പ് പരിചയപ്പെട്ട ഒരാളാണ് ഈ വിളിക്കുന്നത്. അയാളെ നമ്മളെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവോ? ചിലപ്പം ഫോണിൽ കേട്ടാൽ അയാൾ ശബ്ദം തിരിയോ? ഒന്നും തിരിയില്ല. ഫോൺ ചെയ്യുമ്പോ ആദ്യം പറയേണ്ടതാ ഹലോ ഒന്നും അല്ല, നമ്മൾ ശീലിച്ചെടുതാ
ഹലോ എന്നല്ല, മുസ്ലിങ്ങൾക്കാണോ ഫോൺ ചെയ്യുന്ന അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞോളി, അസ്സലാമു അലൈക്കും എന്ന് പറയാം. എന്നിട്ട് ഉടനെ പറയണത് ഇന്ന ആളാണ്. അങ്ങനെ സംസാരം തുടങ്ങും, ഇന്ന ആളാണെന്ന് പറയാം. അതിനുശേഷം വിഷയം പറയാം. നമ്മൾ നല്ലൊരു സംസാരിക്കുന്ന ആളുമാണ്, നല്ല കേൾവിക്കാരനുമാണ്. അത് മാന്യതയോടുകൂടി ആകും ചെയ്യണം. എല്ലാവരുടെ സമയത്തിനും വിലയുണ്ട്, എല്ലാവർക്കും തിരക്കുണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ട് വളരെയധികം ചിന്തിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. അപ്പം ഇങ്ങനെ ആളെ തിരിയാതെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നവർ, ഇതുപോലെ വീട്ടിന്റെ ഉള്ളിൽ വന്ന് പുറത്തു വന്ന് ബെല്ലടിച്ച് ആരാന്ന് ചോദിച്ചാൽ ഇത് ഞാനാണ്. ഈ ഞാനാരാ? മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, അള്ളാഹുവിന്റെ സ്വഹാബികളിലൂടെ അള്ളാഹു നമുക്ക് എല്ലാ വിഷയവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനവരുകൾ പറയുന്നു, ഇസ്തഅദൻതു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ പുറത്ത് വന്ന് അവിടത്തോട് അകത്തേക്ക് കടക്കാൻ സമ്മതം ചോദിച്ചു. ഫഖാല മൻ ഹാദാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ആരാണത്? ഫഖുൽതു, ഞാൻ അപ്പോൾ പറഞ്ഞു അനാ, അത് ഞാനാണ് എന്ന് പറഞ്ഞപ്പം ജാബിർ റളിയല്ലാഹു അൻഹു നബിയും നല്ല അടുത്ത ഫ്രണ്ടുകളാണ്. അതുകൊണ്ട് ഞാനാന്ന് പറഞ്ഞാലും നബിക്ക് തിരിയും. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ പറഞ്ഞു അന കന്നഹു കരിഹദാലിക, എന്ത് ഞാൻ എന്ന് നബി തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. കാരണം ആ പ്രയോഗം നബി തങ്ങൾ വെറുത്തു.